നമസ്കാരം, ഗുഡ് ഡേ, വണക്കം. സിംഗർ ഫാഷൻ മേക്കർ തിരഞ്ഞെടുത്തതിന് അഭിനന്ദനങ്ങൾ. ഞാൻ ലതിക. എന്നോടൊപ്പമുണ്ട് സിംഗർ എക്സ്പേർട്ട് രേണു. ഹായ് രേണു. ഹലോ. ഇവരുടെ സഹായത്താൽ നമുക്ക് സിംഗർ ഫാഷൻ മേക്കറിനെ കുറിച്ച് മനസ്സിലാക്കാം. റൈറ്റ് രേണു? ഷോ. നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് ഒരേ സമയം ഒരുപാട് ജോലി ചെയ്യുന്ന അത്യന്തം സൗകര്യപ്രദമായ തയ്യൽ മെഷീനാണ്. ഇതുകൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ധാരാളം ഡെക്കറേറ്റീവ് ജോലികൾ ചെയ്യാനൊക്കും. എങ്കിൽ വരൂ, ഏറ്റവും ആദ്യം നോക്കാം ഈ ഫാഷൻ മേക്കറിന്റെ പ്രധാന ഭാഗങ്ങൾ ഏതെല്ലാമാണെന്ന്. ഇതാണ് ഫുഡ് കൺട്രോളർ. ഫുഡ് കൺട്രോളർ മെഷീന്റെ സൈഡിൽ പ്ലഗ് മുഖേന ബന്ധിച്ചിരിക്കുന്നു. എന്നിട്ടത് വോൾ സോക്കറ്റ് വരെ പോകുന്നു. ഇനി പവർ സ്വിച്ച് കൊണ്ട് മെഷീൻ ഓൺ ചെയ്യുക. ഇതാണ് പ്രഷർ ഫുഡ് ലിഫ്റ്റർ. ഇത് മെഷീന്റെ പിന്നിലാണുള്ളത്. ഇത് പ്രഷർ ബാർ ഉയർത്താനും താഴ്ത്താനുമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ തയ്ക്കാൻ ആരംഭിക്കുമ്പോൾ പ്രഷർ ഫുട്ടിന് താഴെ തുണി വയ്ക്കുന്നതിന് അല്ലെങ്കിൽ തയ്യൽ അവസാനിപ്പിച്ച് തുണി പുറത്തെടുക്കുന്നതിനായി ഇത് ഉയർത്തുക. തയ്ച്ചതിനു ശേഷം നൂല് മുറിക്കുക. ഇതാണ് പാറ്റേൺ സെലക്ടർ ഡയൽ. നിങ്ങൾ ഏത് പാറ്റേൺ സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അത് സെലക്ട് ചെയ്യാനും കാജ് സെലക്ട് ചെയ്യാനുമാണ് ഇത് ഉപയോഗിക്കുന്നത്. നിങ്ങൾ സ്റ്റിച്ച് ചെറുതോ വലുതോ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇത് നോക്കൂ, സ്റ്റിച്ച് ലെങ്ത് ഡയൽ. ഇത് തുന്നലിടുന്നത് ചെറുതോ വലുതോ ആക്കാൻ സഹായിക്കുന്നു. ഇതാണ് വിഡ്ത് സെലക്ടർ. ഇതിൽ വിഡ്ത് 6 mm വരെ സെലക്ട് ചെയ്യാൻ സാധിക്കും. തയ്യൽ പക്കയാക്കുന്നതിനു വേണ്ടി റിവേഴ്സ് ലിവർ ഉപയോഗിക്കുക. ഇത് ഇവിടെ മെഷീന്റെ നേരെ മുൻപിലാണുള്ളത്. ഇതാണ് ഹാൻഡ് വീൽ. ഇത് കൈകൊണ്ട് സൂചി മുകളിലേക്കും താഴേക്കും ആക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് എക്സ്റ്റൻഷൻ ടേബിൾ. ഇത് ലഘുവായി അമർത്തിപ്പിടിച്ച് ഇടത്തോട്ട് വലിക്കുക. നിങ്ങൾക്ക് പ്രയാസമുള്ള ഭാഗങ്ങൾ, അതായത് സൽവാറിന്റെ പൗഞ്ച് അല്ലെങ്കിൽ പാന്റിന്റെ ഇറക്കം കുറയ്ക്കണമെങ്കിലോ കുട്ടികളുടെ വസ്ത്രങ്ങൾ തയ്ക്കേണ്ട ആവശ്യമുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഈ എക്സ്റ്റൻഷൻ ടേബിൾ മാറ്റി നിങ്ങളുടെ മെഷീൻ ഏതാനും സെക്കൻഡ് കൊണ്ട് ഫ്ലാറ്റ് ബെഡിൽ നിന്ന് ഫ്രീ ആം മെഷീനാക്കി മാറ്റാൻ സാധിക്കും. പോരാത്തതിന് ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെഷീന്റെ ആക്സസറീസ് സൗകര്യപൂർവ്വം സൂക്ഷിക്കാനുമാവും. എങ്കിൽ ഇനി ഞങ്ങൾ നിങ്ങളെ കാണിക്കാം ബോബിനിൽ നൂല് ചുറ്റുന്നത് എങ്ങനെയെന്ന്. നൂല് സ്പൂൾ പിന്നിന്റെ മുകളിൽ വയ്ക്കുക. ഇനി നൂല് നിങ്ങളുടെ വലത് കൈകൊണ്ട് വലിച്ചു പിടിച്ച് ഗൈഡിന് മുൻപിൽ കൊണ്ടുവരിക. നൂലിന്റെ അറ്റം ബോബിന്റെ ഉള്ളിലൂടെ ഇടയ്ക്കുള്ള വിടവിലൂടെയും ബോബിന്റെ ദ്വാരത്തിലൂടെയും വെളിയിൽ വരുന്ന വിധത്തിൽ ഇടുക. ഇനി ബോബിൻ വൈൻഡിംഗ് സ്പിൻഡലിൽ വയ്ക്കുക. ബോബിൻ വൈൻഡിംഗ് സ്പിൻഡൽ വലത്തോട്ട് പുഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഹാൻഡ് വീൽ വേർപെടുവാൻ വേണ്ടി ഇത് ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. ഇതുമൂലം നിങ്ങൾ ബോബിനിൽ നൂൽ ചുറ്റുമ്പോഴെല്ലാം സൂചി മുകളിലേക്കും താഴേക്കും ആവുകയില്ല. ഇനി ടെൻഷൻ ഡിസ്ക് 4നും 5നും ഇടയിലായി സെറ്റ് ചെയ്യുക. നൂലിന്റെ അറ്റത്ത് പിടിച്ചുകൊണ്ട് ഫുഡ് കൺട്രോളറിൽ അമർത്തുമ്പോൾ ബോബിനിൽ നൂല് ചുറ്റാൻ ആരംഭിക്കും. നൂല് നിറയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായി നിൽക്കും. മെഷീനിൽ നിന്ന് ബോബിൻ പുറത്തെടുക്കുവാനായി സ്പിൻഡിലും ബോബിനും ഇടതുവശത്തേക്ക് പുഷ് ചെയ്യുക. അതെന്തിന്? ഉത്തരം വളരെ ലളിതമാണ്. അങ്ങനെ ചെയ്യാതെ നിങ്ങൾ ഫുഡ് കൺട്രോളർ അമർത്തിയാൽ ഹാൻഡ് വീൽ കറക്കിയാൽ സൂചി മുകളിലേക്കും താഴേക്കും ആവുകയില്ല.
നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് സൂചി തയ്ക്കാനുള്ള പൊസിഷനിൽ വരുന്നത്. ഇനി ബോബിൻ വൈൻഡിംഗ് സ്പിൻഡിൽ ഹാൻഡ് വീലിൽ നിന്ന് മാറ്റിയിട്ട് നൂല് മുറിക്കുക. പൊതുവെ ബോബിൻ ഘടിപ്പിക്കുന്നത് എളുപ്പമാണെങ്കിലും നിങ്ങളത് ആദ്യമായി ചെയ്യുമ്പോൾ അല്പം പ്രയാസമുള്ളതായി തോന്നിയേക്കാം. അതിനാൽ ഇവിടെ കാണിക്കുന്ന സ്റ്റെപ്പുകളെല്ലാം ശ്രദ്ധിച്ച് കാണുക. തെറ്റൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ബോബിൻ ഫിറ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ എടുക്കുവാനായി സൂചി ഇപ്രകാരം മുകളിലേക്ക് വരുന്ന വിധത്തിൽ ഹാൻഡ് വീൽ നിങ്ങളുടെ ഭാഗത്തേക്ക് തിരിക്കുക. എക്സ്റ്റൻഷൻ ടേബിൾ മെഷീനിൽ നിന്നെടുത്തിട്ട് ഫ്ലാപ്പ് തുറക്കുക. ഇനി ബോബിൻ കേസ് ഫ്ലിപ്പ് കൊണ്ട് പിടിച്ച് പുറത്തെടുക്കുക. എന്നിട്ട് നൂല് ബോബിൻ കേസിന്റെ വിടവിലൂടെ ഇപ്രകാരം പുറത്തെടുക്കുക. ഇനി ബോബിൻ കേസ് തിരികെ അതിന്റെ സ്ഥാനത്ത് ഇപ്രകാരം ഘടിപ്പിക്കുക. നൂല് സ്പൂൾ പിന്നിൽ വച്ചിട്ട് സ്റ്റോപ്പർ ഘടിപ്പിക്കുക. ഹാൻഡ് വീൽ കറക്കി ടേക്കപ്പ് ലിവർ ഏറ്റവും മുകളിലത്തെ പൊസിഷനിൽ കൊണ്ടുവരിക. എന്നിട്ട് നൂല് ഇടതുവശത്തുകൂടി നമ്പർ 1 കോർത്ത് നമ്പർ 2 കൊണ്ടുവരിക. എന്നിട്ട് നമ്പർ 3 നിന്ന് യു ടേൺ എടുത്തുകൊണ്ട് നമ്പർ 4 അതായത് ടേക്കപ്പ് ലിവറിലൂടെ ചുറ്റിച്ച് നമ്പർ 5 കൊണ്ടുവരിക. ഇനി റിലീസ് ലിവർ താഴേക്ക് കൊണ്ടുവന്ന് അതിന്റെ സഹായത്താൽ നൂല് സൂചിയുടെ ഹോളിന് മുൻപിലായി കൊണ്ടുവന്ന് നീഡിൽ ത്രെഡറിന്റെ സഹായത്താൽ പിന്നിലേക്ക് കൊണ്ടുപോവുക. തയ്യൽ ആരംഭിക്കുന്നതിന് മുൻപായി ബോബിനിലെ നൂൽ മുകളിലേക്ക് കൊണ്ടുവരണം. നിങ്ങളുടെ ഇടത് കൈകൊണ്ട് മുകളിലെ നൂലിൽ മാത്രം പിടിക്കുക. ഇനി ഹാൻഡ് വീൽ നിങ്ങളുടെ വശത്തേക്ക് തിരിക്കുക. അപ്പോൾ സൂചി നൂലിനെയും കൊണ്ട് മുകളിലേക്ക് വരും. ഹാൻഡ് വീൽ മുന്നോട്ട് തന്നെ നീങ്ങുന്നുവെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ ഹാൻഡ് വീൽ തിരിക്കുമ്പോൾ തന്നെ സൂചി നൂലിനെ ചെറിയ തോതിൽ വലിക്കും. ബോബിനിലെ നൂൽ ഹോൾ മാർഗം മുകളിലേക്ക് വലിക്കപ്പെടും. ബോബിനിലെ നൂൽ വലിച്ചെടുത്ത ശേഷം 2 നൂലുകളും പ്രഷർ ഫുട്ടിന് താഴെ പിന്നിലേക്ക് വയ്ക്കുക. വരൂ, ഇനി നിങ്ങളെ മെഷീനിൽ സൂചി ഘടിപ്പിക്കുന്ന പ്രോസസ് കാണിക്കാം. ആദ്യം ഹാൻഡ് വീൽ നിങ്ങൾക്ക് നേരെ തിരിച്ചിട്ട് സൂചി തികച്ചും അതിന്റെ മുകളിലത്തെ പൊസിഷൻ വരെ ഉയർത്തുക. സൂചി വീണ്ടും താഴേക്ക് പോകുവാൻ ആരംഭിക്കാതിരിക്കുന്നതുവരെ അത് തുടരുക. സ്ക്രൂ ഡ്രൈവറിന്റെ സഹായത്താൽ നീഡിൽ ക്ലാമ്പ് ലൂസാക്കി സൂചി പുറത്തെടുക്കുക. സ്ക്രൂ ഡ്രൈവർ നിങ്ങളുടെ മെഷീനിന്റെ ആക്സസറി ബോക്സിൽ ലഭ്യമാണ്. സൂചി ഘടിപ്പിക്കുമ്പോൾ സൂചിയുടെ ഫ്ലാറ്റ് സൈഡ് ഉള്ളിലേക്കാകാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ. നിങ്ങളുടെ മെഷീനിന്റെ കൂടെ അനേകം പ്രഷർ ഫീറ്റ് ഉണ്ട്. ചില പ്രഷർ ഫീറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ മെഷീനോടൊപ്പം നേരത്തെ തന്നെ ലഭ്യമാക്കിയിട്ടുണ്ട്. എങ്കിലും നിങ്ങൾക്ക് ഡെക്കറേറ്റീവ് സ്റ്റിച്ചിന് വേണ്ടി സിംഗർ ഔട്ട്ലെറ്റിൽ നിന്ന് സ്പെഷ്യൽ പ്രഷർ ഫീറ്റും വാങ്ങാവുന്നതാണ്. റഫ്ലർ ഫുട്ട് അറ്റാച്ച്മെന്റും ഫ്ലവർ സ്റ്റിച്ച് അറ്റാച്ച്മെന്റും എല്ലാ ഫാഷൻ മേക്കർ മെഷീനുകളിലും ഫിറ്റ് ആകുന്ന അത്തരം 2 പ്രഷർ ഫീറ്റ് ആണ്. ഈ അഡീഷണൽ പ്രഷർ ഫീറ്റ് കൊണ്ട് നിങ്ങളുടെ ക്രിയേറ്റീവ് സ്റ്റിച്ചസിൽ വെറൈറ്റി കൊണ്ടുവരാൻ സാധിക്കും. ചില ഫീറ്റ് എളുപ്പത്തിൽ പിടിപ്പിക്കാനും വേർപെടുത്താനും സാധിക്കും. എന്നാൽ ചിലത് സ്ക്രൂ കൊണ്ട് ഘടിപ്പിക്കുന്നതിനാൽ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് പുറത്തെടുക്കേണ്ടി വരും. ഇനി വരൂ നോക്കാം പ്രഷർ ഫീറ്റ് മാറ്റുന്നത് എങ്ങനെയെന്ന്. നിങ്ങളുടെ മെഷീനിന്റെ പിന്നിലായി ഒരു റിലീസ് ലിവർ ഉണ്ട്. റിലീസ് ലിവർ അമർത്തിയാൽ ഫുട്ട് വേർപെടുന്നതാണ്. ഫുട്ട് പ്രഷർ ഫുട്ട് പിന്നിനോടൊപ്പം ഫുട്ട് ഹോൾഡറിന്റെ നേരെയായി നീഡിൽ പ്ലേറ്റ് വയ്ക്കുക. പ്രഷർ ഫുട്ട് ലിഫ്റ്റർ താഴേക്കാക്കുക. അപ്പോൾ ഫുട്ട് ഹോൾഡർ ഫുട്ടിൽ ശരിയായി അടഞ്ഞുകൊള്ളും. നേരത്തെ തന്നെ സ്ക്രൂ കൊണ്ട് ഘടിപ്പിച്ചിട്ടുള്ള ഫീറ്റിൽ പുതിയ ഫുട്ട് ഘടിപ്പിക്കുന്നതിന് വേണ്ടി മെഷീനിൽ നിന്ന് ഫുട്ട് നീക്കം ചെയ്യുക. സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് മെഷീനിൽ നിന്ന് ഫുട്ട് പൂർണ്ണമായും നീക്കം ചെയ്യുക. പുതിയ ഫുട്ട് അതിന്റെ സ്ഥാനത്ത് സെറ്റ് ചെയ്യുക. ജോലി ആരംഭിക്കുന്നതിന് മുൻപായി നിങ്ങളുടെ സ്റ്റിച്ച് ചെക്ക് ചെയ്യാൻ മറക്കരുത്. തുണി പ്രഷർ ഫുട്ടിന് താഴെ അമർത്തുക. അത് താഴേക്കാക്കുക.
എന്നിട്ട് നിങ്ങളുടെ സ്റ്റിച്ച് സെലക്ട് ചെയ്തിട്ട് ഫുഡ് കൺട്രോൾ അമർത്തുക. പിന്നെ ഓർക്കുക, മെഷീനിൽ നിന്ന് തുണി നീക്കം ചെയ്യുന്നതിന് മുൻപായി ഹാൻഡ് വീൽ ആന്റി ക്ലോക്ക് വൈസ്, അതായത് വിപരീത ദിശയിലേക്ക് തിരിച്ചുകൊണ്ടിരിക്കുക. സൂചി അതിന്റെ ശരിക്കും മുകളിലെ പൊസിഷനിൽ വരികയും അത് വീണ്ടും താഴേക്ക് വരാതിരിക്കുകയും ചെയ്യുന്നതുവരെ ഇത് തുടരുക. തുണി നീക്കം ചെയ്യുന്നതിന് പ്രഷർ ഫുഡ് ലിഫ്റ്റർ ഉയർത്തുക. ഒട്ടുമിക്ക തയ്യലുകൾക്കും വേണ്ടി ത്രെഡ് ടെൻഷൻ ഡയൽ 3-നും 4-നും മധ്യേ സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ മെഷീൻ കൊണ്ട് ഡെക്കറേറ്റീവ് സ്റ്റിച്ചസിനോടൊപ്പം ഡെക്കറേറ്റീവ് സ്ട്രെച്ച് സ്റ്റിച്ചസും ചെയ്യാവുന്നതാണ്. വസ്ത്രം, ക്രാഫ്റ്റ്സ് അല്ലെങ്കിൽ ഹോം ഡെക്കറേഷൻ എങ്ങനെ കാണപ്പെടണം എന്ന ദൃശ്യം ഇത് മാറ്റുന്നു. സ്റ്റിച്ച് ലെങ്ത് ഡയൽ 0-നും 1-നും മധ്യേ വയ്ക്കുക. ഡെക്കറേറ്റീവ് സ്റ്റിച്ചസ് ചെയ്യുന്ന സമയത്ത് ഫാബ്രിക് പേസ്റ്റിംഗ് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഷേപ്പ് താറുമാറാകാതെ രക്ഷിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് സ്ട്രെച്ച് സ്റ്റിച്ചസ് ആണ് ചെയ്യേണ്ടതെങ്കിൽ സ്റ്റിച്ച് ലെങ്ത് ഡയൽ S1-ൽ വയ്ക്കുക. സുന്ദരവും ഡെക്കറേറ്റീവുമാക്കുന്നതിന് വേണ്ടി റിബൺ, ട്രിംസ്, പോളിസ്റ്റർ, റയോൺ നൂലുകൾ എന്നിവ ഉപയോഗിക്കുക. ഇതാണ് ചില ഡെക്കറേറ്റീവ് സ്റ്റിച്ചസിന്റെ സാമ്പിൾസ്. ട്വിൻ നീഡിൽ ഒരു സ്പെഷ്യൽ സൂചിയാണ്. ഇതിൽ ഒരൊറ്റ ഷാഫ്റ്റിൽ 2 സൂചികളുണ്ട്. ട്വിൻ നീഡിൽ കൊണ്ട് തയ്ക്കുന്നതിന് വേണ്ടി ഏറ്റവും ആദ്യം നോർമൽ സൂചി മെഷീനിൽ നിന്ന് മാറ്റിയിട്ട് അതിന്റെ സ്ഥാനത്ത് ട്വിൻ നീഡിൽ ഘടിപ്പിക്കുക. ശരിക്കും ഇതുപോലെ. ഇനി അഡീഷണൽ സ്പൂൾ പിൻ മെഷീനിൽ ഘടിപ്പിക്കുക. അഡീഷണൽ സ്പൂൾ പിൻ നിങ്ങളുടെ മെഷീനിന്റെ ആക്സസറി ബോക്സിൽ നേരത്തെ തന്നെ ലഭ്യമാണ്. ഇനി 2 സ്പൂൾ പിന്നിലും വേറെ വേറെ നൂൽ കോർക്കുക. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് പോലെ 2 നൂലുകളും ഒരുമിച്ച് കൊണ്ടുവന്ന് 2 സൂചികളിലും വേറെ വേറെ പിരിക്കുക. ഇതുകൊണ്ട് നിങ്ങൾക്ക് ക്വിൽറ്റിംഗും മറ്റ് പലതരം ഡെക്കറേറ്റീവ് ജോലികളും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇന്നത്തെ കാലത്ത് കാജ് കേവലം ബട്ടണുകൾക്ക് വേണ്ടി ഹോൾ ഉണ്ടാക്കാൻ മാത്രമല്ല, മറ്റനേകം ഡെക്കറേറ്റീവ്സിനു വേണ്ടിയും കാജ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതായത് വീടിന്റെ കർട്ടൻ, മൊബൈൽ കവേഴ്സ്, കുഷൻ കവേഴ്സ്, ഹാൻഡ് ബാഗ്സ് എന്നുവെച്ചാൽ ചുരുക്കത്തിൽ ഡെക്കറേറ്റീവ്സിന്റെ ഒരു ലോകം തന്നെ തയ്യാറാക്കുക. ഇതിൽ 4 സ്റ്റെപ്പ് ബട്ടൺ ഹോൾ ഉണ്ട്. ലെങ്ത് 0-ൽ നിന്ന് 1-ൽ വയ്ക്കുക. നിങ്ങളുടെ മെഷീനിൽ 4 സ്റ്റെപ്പ് ബട്ടൺ ഹോൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്റ്റെപ്പ് 1-ൽ പാറ്റേൺ സെലക്ടർ സെറ്റ് ചെയ്യുക. ബട്ടൺ ഹോൾ ഫിറ്റ് അറ്റാച്ച് ചെയ്യുക. ഒരു ഫാബ്രിക് മാർക്കർ കൊണ്ട് തുണിയിൽ അടയാളപ്പെടുത്തുക. നിങ്ങൾ ബട്ടൺ ഹോളിന്റെ കൃത്യമായി എവിടെയാണ് തയ്ക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയാണിത്. ബട്ടൺ ഹോളിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യുക. സൂചി തുണിയിൽ നിന്ന് ദൂരേക്ക് ഉയർത്തുന്നതോടൊപ്പം പാറ്റേൺ സെലക്ടർ സ്റ്റെപ്പ് 2-ലേക്ക് തിരിക്കുക. എന്നിട്ട് തയ്ക്കാൻ ആരംഭിക്കുക. സ്റ്റെപ്പ് 2 പൂർത്തിയായാൽ സ്റ്റെപ്പ് 3-ന് വേണ്ടി ഡയൽ തിരിക്കുക. ഇനി വീണ്ടും തയ്ക്കുക. ഇനി ചെയ്തു തീർത്ത ശേഷം സ്റ്റെപ്പ് 4 സെലക്ട് ചെയ്തിട്ട് തയ്ക്കുക. സിംഗർ ഫാഷൻ മേക്കർ കൊണ്ട് ബട്ടൺ പിടിപ്പിക്കാനും എളുപ്പമാണ്. അതിനാൽ ഇതിന്റെ സഹായത്താൽ നിങ്ങൾക്ക് ഈ ജോലിയും ചെയ്യാൻ സാധിക്കും. ബട്ടൺ പിടിപ്പിക്കുന്നതിനായി ആദ്യം ബട്ടൺ ഫുട്ട് ഘടിപ്പിക്കുക. സ്റ്റിച്ച് ലെങ്ത് ഡയൽ 0-ൽ സെറ്റ് ചെയ്യുക. നിങ്ങൾ സിഗ്സാഗ് പാറ്റേൺ സെലക്ട് ചെയ്ത് ബട്ടണിന്റെ ഹോൾ അനുസരിച്ച് സ്റ്റിച്ച് വിഡ്ത് സെലക്ട് ചെയ്യുക.
വസ്ത്രവും ബട്ടണും ബട്ടൺ ഫുട്ടിന് താഴെ, ബട്ടണിന്റെ 2 ഹോൾ ഫുട്ടിന് താഴെ വരുന്ന വിധത്തിൽ സെറ്റ് ചെയ്യുക. ഇനി ഹാൻഡ് വീൽ തിരിച്ച് സൂചി ബട്ടണിന്റെ 2 ഹോളിലൂടെയും പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് തയ്യൽ ആരംഭിക്കുക. ഇനി ബാക്കി 2 ഹോളിന്റെ ഊഴം ഇപ്രകാരം. അഥവാ നിങ്ങൾക്ക് ഫാബ്രിക്കിൽ സിപ്പ് വച്ചുപിടിപ്പിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? വരൂ നോക്കാം. പാറ്റേൺ സെലക്ടർ ഈ പൊസിഷനിൽ കൊണ്ടുവരിക. വസ്ത്രത്തിന്റെ കനമനുസരിച്ച് സ്റ്റിച്ച് ലെങ്ത് കൺട്രോൾ 1-നും 4-നും മധ്യേ സെറ്റ് ചെയ്യുക. മെഷീനിൽ സിപ്പർ ഫുട്ട് ഘടിപ്പിക്കുക. സിപ്പർ ഫുട്ട് നിങ്ങൾ വസ്ത്രത്തിന്റെ ഏത് വശത്താണ് തയ്ക്കാൻ പോകുന്നത് എന്നതനുസരിച്ച് ഇടതോ വലുതോ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. പ്രഷർ ഫുട്ട് മുകളിലേക്ക് ഉയർത്തണം. പിന്നെ സിപ്പർ ഫുട്ട് പ്രഷർ ഫുട്ടിന്റെ താഴേക്ക് പുഷ് ചെയ്യണം. ഫുട്ട് താഴേക്കാക്കിയിട്ട് സ്റ്റാർട്ട്. പിന്നെ നിങ്ങൾക്ക് വസ്ത്രത്തിൽ കാർഡ് അല്ലെങ്കിൽ ചരട് തയ്ച്ചു പിടിപ്പിക്കുന്നതിന് വേണ്ടിയും ഈ ഫുട്ട് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ ഫാഷൻ മേക്കർ റഫു അഥവാ മെൻഡിംഗ് ചെയ്യുന്നതിന് വേണ്ടിയും തയ്യാറാണ്. 3 സ്റ്റെപ്പ് സിഗ്സാഗ് പാറ്റേൺ സെലക്ട് ചെയ്യുക. എന്നിട്ട് സ്റ്റിച്ചിന്റെ വീതി ഏറ്റവും അധികത്തിൽ സെറ്റ് ചെയ്യുക. പക്ഷേ സ്റ്റിച്ചിന്റെ നീളം 0.5-നും 1-നും മധ്യേ ആയിരിക്കണം. ബെസ്റ്റ് റിസൾട്ട്സിന് വേണ്ടി ഫുട്ടിന്റെ സെന്റർ ടിയറിന്റെ സെന്ററിന്റെ നേർരേഖയിൽ വയ്ക്കുക. അല്ലേ, ഇപ്പോഴെവിടെ പോയി ടിയർ? നിങ്ങളുടെ പക്കൽ ഡാർണിംഗ് ഹൂപ്പ് ഉണ്ടെങ്കിൽ നന്നായി ജോലി ചെയ്യുന്നതിന് നിങ്ങൾക്കത് സഹായകമാകും. വരൂ നോക്കാം നിങ്ങളുടെ ഫാഷൻ മേക്കറിന് നിങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന്. സിംഗർ ഫാഷൻ മേക്കർ കൊണ്ട് നിങ്ങൾക്ക് അനായാസം പീക്കോയും ചെയ്യാൻ സാധിക്കും. ഫ്രീ ഹാൻഡ് എംബ്രോയിഡറി, പാച്ച് വർക്ക്, മോണോഗ്രാം, ബ്ലൈൻഡ് സ്റ്റിച്ച്, ക്വിൽറ്റിംഗ്, പിന്നെ നിങ്ങളുടെ വീട് അലങ്കരിക്കുന്നതിന് വേണ്ടി നിരവധി ഡെക്കറേറ്റീവ് വസ്തുക്കൾ ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങളുടെ സിംഗർ ഫാഷൻ മേക്കറും നിങ്ങളും ജീവിതകാലം മുഴുവൻ സുഹൃത്തുക്കളായി തീരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനി ഞാൻ നിങ്ങളോട് തയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപകരിച്ചേക്കാവുന്ന ചില കാര്യങ്ങൾ പറയാം. തയ്ക്കുന്ന സമയത്ത് നോക്കുക, അതായത് വസ്ത്രത്തിന്റെ താഴെ നൂൽ കെട്ടുപിണയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ മെഷീനിന്റെ മുകളിൽ ടെൻഷൻ ഡിസ്ക് സെറ്റ് ചെയ്യണമെന്ന്. മുകളിലത്തെ നൂൽ പൊട്ടിയാലോ? മെഷീനിൽ നൂൽ വീണ്ടും കോർക്കുക. എന്നിട്ട് നൂലിന്റെ വലിച്ചിൽ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യുക. താഴത്തെ നൂൽ പൊട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? താഴത്തെ നൂലിന്റെ വലിച്ചിൽ ലൂസാക്കുന്നതിന് വേണ്ടി ടെൻഷൻ ഡിസ്കിന്റെ നമ്പർ കുറയ്ക്കുക. സ്കിപ്ഡ് സ്റ്റിച്ചസിന്റെ പ്രശ്നം. ഒരു പുതിയ സൂചി എടുക്കുക. അത് നൂലിനും വസ്ത്രത്തിനും അനുകൂലമായിരിക്കണം. കൂടെ സൂചി ഒടിയുന്നത്. ഒരു പുതിയ സൂചി ശരിയായ രീതിയിൽ ഘടിപ്പിക്കുക. പിന്നെ ശരിയായ ഫുട്ട് സെലക്ട് ചെയ്യാൻ മറക്കരുത്. അയഞ്ഞ തുന്നലിന്റെ പ്രശ്നം. ത്രെഡിംഗ് ചെക്ക് ചെയ്യുക. നൂലിന്റെ വലിച്ചിൽ നേരെയാക്കുക. വസ്ത്രം ചുരുണ്ടുപോവുക, അതല്ലെങ്കിൽ പിന്നെ ചുരുങ്ങുക. കൂടുതൽ നേർത്ത സൂചി സെലക്ട് ചെയ്യുക. എന്നിട്ട് തുന്നുന്നതിന്റെ നീളവും നൂലിന്റെ വലിച്ചിലും വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യുക. തുന്നുന്നത് ഒരുപോലെ ആവാതിരിക്കുക. നല്ല ക്വാളിറ്റിയുടെ നൂൽ ആയിരിക്കണം. മെഷീനിൽ നിന്ന് ശബ്ദം വരിക. സിംഗർ മൾട്ടിപർപ്പസ് ഓയിൽ യൂസ് ചെയ്യുക. അപ്പോൾ ശരി, ഇനി നിങ്ങളും വീട്ടിലിരുന്നു കൊണ്ടായിക്കോളൂ ഒരു പെർഫെക്റ്റ് ഫാഷൻ ഡിസൈനർ. എന്നിട്ട് നേടൂ വാനോളം പ്രശംസകൾ നിങ്ങളുടെ ഫാമിലിയുടെയും ഫ്രണ്ട്സിന്റെയും. കാരണം ഇപ്പോൾ നിങ്ങളുടെ പക്കലുണ്ട് സിംഗറിന്റെ വേൾഡ് ഫേമസ് ഈസി ടു യൂസ് ഫാഷൻ മേക്കർ. പിന്നെ ഇത് യൂസ് ചെയ്യാനുള്ള സകല വിവരങ്ങളും. സോ ഫ്രണ്ട്സ്, ആഡ് ഫാഷൻ അറ്റ് ഹോം വിത്ത് യുവർ ഫാഷൻ മേക്കർ.